വേനലവധി കഴിഞ്ഞ് വിദ്യാർത്ഥികൾ നാളെ ക്ലാസ് മുറികളിലേക്ക് എത്തുകയാണ്. 42 ലക്ഷത്തിലധികം കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുന്നു. പട്ടം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാനതല പ്രവേശനോത്സവവും നാളെ നടക്കും. AK സ്റ്റെഫിനാണ് വരുന്നത്. സ്റ്റെഫിൻ, സ്കൂൾ തുറക്കാൻ പോകുകയാണ്. ഇപ്പോൾ KV കേന്ദ്രീയ വിദ്യാലയങ്ങളിലാണെങ്കിൽ നേരത്തെ ക്ലാസ് തുടങ്ങി, പിന്നീട് അവരുടെ പതിപോലൊരു ഇടവേളയായിരുന്നു. അതിനുശേഷം വീണ്ടും ക്ലാസ് തുടങ്ങിയിട്ട് 2 ദിവസമായി. പക്ഷേ പൊതുവിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ തുറക്കുന്നു എന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലെയും അൺഎയ്ഡഡ് മേഖലയിലും എയ്ഡഡ് മേഖലയും ഒക്കെ സ്കൂളുകളൊക്കെ നാളെ പൂർണ്ണമായി ഏറെക്കുറെ എല്ലാം തുറക്കാൻ പോവുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങൾ, ഏത് നിലയിലാണ് പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ സർക്കാരിന്റെ കാലത്തെ ഒരുക്കങ്ങൾ? രതീഷ്, വിപുലമായ ഒരുക്കങ്ങളാണ് സ്കൂളുകളിലെല്ലാം ഉള്ളത്. പ്രത്യേകിച്ചും പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി, പ്രത്യേകം അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം സ്കൂളുകളിൽ പൂർത്തിയായിട്ടുണ്ട്. സർക്കാർ സ്കൂളിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്, മധുരമൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടികളുണ്ട്. ഒപ്പം തന്നെ ഒരു വിപുലമായ പരിപാടികൾ, അവരെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പോസ്റ്ററുകളും അതുമൊക്കെ പതിച്ചാണ് ഓരോ സ്കൂളുകളും ഒരുങ്ങിയിരിക്കുന്നത്. ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത, തിരുവനന്തപുരത്താണ് ഇപ്രാവശ്യം ഏതായാലും പ്രവേശനോത്സവം നടക്കുക. പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ മുഖ്യമന്ത്രി തന്നെ ആണ് ഈ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഏതായാലും നിർവഹിക്കുക. വലിയ നീണ്ട പ്രസംഗങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് കുട്ടികളുമായി കൂടുതൽ സംവദിക്കുന്ന തരത്തിലേക്കുള്ള പരിപാടികളാണ് ഓരോ സ്കൂളുകളിലും കാണാൻ കഴിയുന്നത്. അതോടൊപ്പം അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായിട്ടുള്ള സിലബസ് കലണ്ടർ അതെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മണിക്കൂറുകളെല്ലാം എത്ര മണിക്കൂർ, എത്ര ആ രീതിയിലുള്ള പഠനം, ആ ക്രമീകരണങ്ങൾ അതെല്ലാം തന്നെ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടത്, സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിജ്ഞ കുട്ടികളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും നാളെ എടുക്കും. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇപ്പോൾ ഈ ലഹരി മാഫിയയ്ക്കെതിരായിട്ടുള്ള പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൂഫാൻ എന്ന പേരിട്ടുകൊണ്ടാണ് ആ പരിപാടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റന്നാളാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുക. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഏതായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തുടനീളം വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത്.